ഡോക്ടർ സി.എം. ജോയി, നമുക്കറിയാം ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കുറച്ചുകൂടി കർക്കശം കുറഞ്ഞ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മളിപ്പോൾ വീണ്ടും ചർച്ചയാക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ മാധവ് ഗാഡ്ഗിൽ അന്ന് പറഞ്ഞ വാക്കുകൾ ഒരല്പം ആശങ്കയോടെയും ഭയത്തോടെയൊക്കെ ഇപ്പോൾ അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴാണ് അതിന് കൂടുതൽ ഒരു പക്ഷേ പ്രസക്തി കൂടുന്നതും ആവർത്തിച്ച് മാധ്യമങ്ങളിൽ വരുന്നതും. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു, കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതുന്ന പോലെ യുഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 4-5 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കത് കാണാം എന്നുള്ളത് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞതാണ് ഒരു 10 പതിറ്റാണ്ട് മുൻപ്. ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചിമഘട്ടത്തിൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മണ്ണൊലിപ്പ് എനിക്ക് തോന്നുന്നു കൂടുതൽ തങ്ങളെപ്പോലുള്ള വിദഗ്ധർക്കാണ് പറഞ്ഞുതരാൻ സാധിക്കുക. ഈ ലാൻഡ് സ്ലിപ്പ് എന്നൊക്കെ പല പേരുകളിലാണ് ഇപ്പോൾ അത് കേൾക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ഉയരം, ചരിവ്, മണ്ണിൻ്റെ ഘടനയെല്ലാം ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പക്ഷേ ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടവരുടെ മൗനാനുവാദത്തോടെ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന് വലിയൊരളവ് വരെ ഈ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മളുടെ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു സംശയം. ഇത് മനുഷ്യനിർമ്മിതം തന്നെയാണ്, അതിൽ ആർക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കണമെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച വിദഗ്ധർ പറഞ്ഞു. എനിക്ക് അതിനോട് യോജിപ്പില്ല. ജനങ്ങൾക്കല്ല ഇവിടെ ബോധവൽക്കരണം കൊടുക്കേണ്ടത്. ശാസ്ത്രീയമായി കാര്യങ്ങളെ കാണാതെ അതിനെക്കുറിച്ച് പഠിക്കാത്ത സർക്കാർ മിഷനറിക്കാണ് ഇവിടെ ബോധവൽക്കരണം കൊടുക്കേണ്ടത്. നമ്മൾ ഇത്രയൊക്കെ മാധവ് ഗാഡ്ഗിലും അതുപോലെ പശ്ചിമഘട്ടം തകർക്കപ്പെട്ടതൊക്കെ പറഞ്ഞാലും ഇനിയും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് നിങ്ങളെ അറിയണ്ടേ? സിൽവർ ലൈൻ പദ്ധതി ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല, അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് 565 കിലോമീറ്ററോളം മതിൽ പോലെ കെട്ടി. അപ്പോൾ എവിടെ നിന്നാണ് മണ്ണെടുക്കാൻ പോകുന്നത്? ഈ പശ്ചിമഘട്ടം തകർത്തിട്ട് വേണ്ടേ അവിടെ മണ്ണെടുക്കാനായിട്ട്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ 1924 വലിയ വെള്ളപ്പൊക്കവും വലിയ ഉരുൾപൊട്ടലൊക്കെ വന്ന് തകർന്നു പോയ ഓൾഡ് മൂന്നാർ റോഡ് അത് വീണ്ടും വികസിപ്പിച്ചെടുക്കാൻ പോവാ. ഇവർക്കൊക്കെ എന്താ പറ്റണമെന്ന് നമുക്കറിയില്ല. ഇന്നത് വലിയ കാടാണ്. ഇത്രയും കൊല്ലമായിട്ട് 100 വർഷത്തോളമായിട്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രദേശമൊക്കെ കാടായി മാറിയത് വെട്ടിത്തെളിച്ച് ഇനി പുതിയതായിട്ട് ഓൾഡ് മൂന്നാർ റോഡ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും ഈ തുരങ്കപാതയിലേക്ക് പോകരുത്. താമരശ്ശേരി ചുരം അതിനെ മറികടക്കാൻ വേണ്ടി പുതിയ ചുരം ബദൽ റോഡുകൾ കണ്ടെത്തിയിരിക്കുക. ഒന്നാണ് ഈ പടിഞ്ഞാറേത്തറ പൂഴിത്തോട് റോഡ്, 2 കള്ളാടി മേപ്പാടി റോഡ്. ഇത് രണ്ടും അത് തുരങ്കപാതയാണ്. ഇത് രണ്ടും നടപ്പാക്കരുത്, ഇത് വയനാടിൻ്റെ നാശത്തിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം കൂടി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ഇതുപോലെയാണ് ശബരിമലയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് വരാൻ പോകുന്നത്. അതും ഈ പറയുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ ഭൂമി സർക്കാർ തന്നെ വാങ്ങിച്ച് വീണ്ടും പിന്നെ കേരളത്തിൽ ഇനി ഒരു വിമാനത്താവളത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇത് കൂടാതെ 14-15 അണക്കെട്ടുകൾ, വലിയ അണക്കെട്ടുകൾ ഉള്ള ഇടുക്കി ജില്ലയിലെ ഇനിയൊരു അണക്കെട്ടിന് വേണ്ടി നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ഥലത്ത് 120 മെഗാവാട്ട് വീതമുള്ള 2 പെൽട്ടൺ ടർബൈനുകൾ സ്ഥാപിച്ച് 240 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള വലിയ ഒരു പദ്ധതിക്ക് വേണ്ടി കേരളത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടി ഈ ഇടുക്കിയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാവണില്ല. 14 അണക്കെട്ടുകളുടെ ദുരന്തവും പേടിച്ച്, മുല്ലപ്പെരിയാറിന്റെ പശ്ചാത്തലത്തിലെ പേടിച്ച് ജീവിക്കുന്ന ഇടുക്കിക്ക് വീണ്ടും സമ്മാനം കൊടുക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഈ സാധാരണ വെള്ളം കിട്ടുന്ന സ്ഥലത്തൂടെ കനാലുണ്ടാക്കി ഒരു മലബാർ റിവർ ക്രൂയിസ് ടൂറിസം എന്ന് പറഞ്ഞൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കായലിൽ നിന്ന് കടലിലേക്ക് എത്തുന്ന ഒരു ചാനൽ ഉണ്ടാക്കാണ്. ഈ ചാനല് വരുമ്പോൾ നമുക്കറിയാം ഉപ്പുവെള്ളമാകും. ഇപ്പോൾ കിണറിൽ നിന്ന് വെള്ളം കിട്ടുന്ന പ്രദേശത്തൊക്കെ ഉപ്പുവെള്ളമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഏറ്റവും പുതിയതായിട്ട് അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ പോവുകയാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കഴിഞ്ഞു. ചീമേനിയും അതിരപ്പള്ളിയും പറ്റിയ സ്ഥലങ്ങളാണ് എന്ന് പോലും റിപ്പോർട്ടുകൾ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ചെറിയ ഒരു പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഇവിടെ ഇനിയും
ഈ പിന്നെ ആറ്റമിക് പവർ പ്ലാന്റിന്റെയും കൂടി ഒരു കുറവുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഇത് പറയുന്നത്. പിന്നെ അതുപോലെ മൂന്നാറിലെ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി അതൊരു പുതിയ സംവിധാനം ഒരുക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ ഇതുവരെ ഉണ്ടായ കയ്യേറ്റങ്ങളൊക്കെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഇതുള്ളത്. അങ്ങനെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൊളിച്ച അച്യുതാനന്ദൻ സർക്കാർ പൊളിച്ച കെട്ടിടങ്ങൾക്ക് വീണ്ടും സർക്കാർ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്കറിയാം, പണിതുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കല്ല് ഉരുണ്ട് വീണ് അതിന്റെ ഒരു വശം പ്ലം ചൂടി എന്ന് പറയുന്ന റിസോർട്ടിന്റെ ഒരു വശം തകർന്നു പോയതാ. ആ റിസോർട്ട് വീണ്ടും അത് ഉണ്ടാക്കി. അത് എന്ന് പറയുന്നത് പന്നിയാർ പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ സർക്കാർ NOC കൊടുക്കാണ്. അതാണ്. അപ്പോ ഇത് ആളുകളുടെ പ്രശ്നമല്ല, ഇത് ഈ സർക്കാരിന്റെ പ്രശ്നമാണ്. ശാസ്ത്രീയ അവബോധമില്ലാത്ത ഒരു സർക്കാർ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോ ഇന്ത്യയിലെ 25 സ്ഥലത്ത് നമ്മുടെ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് മോണിറ്ററിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. കേരളം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കി.